لله الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوة الأحباء أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما يفتح الله للناس من رحمة فلا ممسك لها وما يمسك فلا مرسل له من بعده وهو العزيز الحكيم يا أيها الناس اذكروا نعمة الله عليكم هل من خالق غير الله يرزقكم من السماء والأرض لا إله إلا هو فأنى تؤفكون وإن يكذبوك فقد كذبت رسل من قبلك وإلى الله ترجع الأمور يا أيها الناس إن وعد الله حق فلا تغرنكم الحياة الدنيا ولا يغرنكم بالله الغرور صدق الله العظيم. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുമ്പോൾ സുഖവും ദുഃഖവുമൊക്കെ മാറി മാറി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. സുഖമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ആഹ്ലാദം പ്രകടിപ്പിക്കുകയും പലപ്പോഴും സ്വന്തം കഴിവിൽ അഭിമാനം കൊള്ളുകയും ചിലരെങ്കിലും അതെൻ്റെ മിടുക്കും കഴിവുമാണ് എന്ന് പൊങ്ങച്ച പ്രകടനം നടത്തുകയും ചെയ്യാറുണ്ട്. മനസ്സിൻ്റെ ആശ താല്പര്യങ്ങൾ അത് ഭൗതിക ജീവിതത്തിൽ നടന്നു കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമുണ്ടാവും. അങ്ങനെയാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. മനസ്സിലെ പല ആശകളും നടക്കാതെ വരുമ്പോൾ ദുഃഖവും നിരാശയും വേദനയും പ്രയാസവും ഉണ്ടാവും. അതോടൊപ്പം പഴിചാരലുകളും കുറ്റപ്പെടുത്തലുകളും ഒടുവിൽ വിധിയെ പഴിക്കലും മനുഷ്യ സഹജമായ ഒരു പ്രവൃത്തിയാണ്. വിജയത്തിന് ഒരുപാട് പിതാക്കളും പരാജയം പിതാവില്ലാത്തതുമാണ് എന്നൊരു ചൊല്ലുണ്ട്. ഏതെങ്കിലും വൈയക്തികമോ സാമൂഹ്യമോ കുടുംബപരമോ ആയ ഒരു സംഗതി വിജയിച്ചാൽ അതിൻ്റെ മിടുക്കാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വ്യഗ്രത ചെറിയ കുട്ടി മുതൽ വലിയ വയസ്സന്മാർ വരെ ഉള്ളവർക്കുണ്ടാവും. എന്തെങ്കിലും ഒന്ന് പരാജയപ്പെട്ട് നഷ്ടം വന്ന് വ്യസനിക്കേണ്ട ദുഃഖിക്കേണ്ട അവസരം ഉണ്ടായാൽ അത് അവൾ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ അവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ് എന്നാണ് പറയാം. സാധാരണ മനുഷ്യന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ ഇവാലുവേഷൻ ഉണ്ടാവും, അതിൻ്റെ ഫീഡ്ബാക്ക്. അതിൽ തന്നെ വളരെ വലിയ വിദഗ്ധന്മാർ അവലോകനം ചെയ്യുമ്പോൾ പോലും പല ഏരിയകളിലും കുറ്റപ്പെടുത്തലുകൾ, ഇന്ന ഷോർട്ടേജ്, ഇന്ന ആളുടെ നോട്ടക്കുറവ്, ഇന്നിടത്ത് മിസ്യൂസിങ്, ഇതൊക്കെ കൊണ്ടാണ് ഇത് പരാജയപ്പെട്ടത്. അതുപോലെ ഒരു ഭരണം ജനാധിപത്യ വ്യവസ്ഥയിൽ 5 കൊല്ലം കഴിയുമ്പോൾ മാറുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഭരണം കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെ സമീപിച്ചിട്ട് അതിൻ്റെ ഒരു വിലയിരുത്തലാണല്ലോ ഒരു പുതിയ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ
അതിൽ ജയിച്ചവരും തോറ്റവരും അവരുടേതായ ഒരു ഇവാലുവേഷൻ ഉണ്ടാവും. പലപ്പോഴും നമ്മൾ കാണുന്നത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത കുറേ അഭിപ്രായങ്ങളാണ് അതിലുണ്ടാവുക എന്നതാണ്. അവിടെയൊക്കെ വിഷയം സബ്ജക്റ്റീവാണ്, അതായത് വ്യക്ത്യാധിഷ്ഠിതമാണ്. ഓരോരുത്തരും അവരവരുടെ പാർട്ടിയുമൊക്കെ ചെയ്തത് നന്നായിരുന്നു, പക്ഷെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നുള്ള നിലയ്ക്കാണ് പലപ്പോഴും പറയാറ്. ഇതിലൊക്കെ മനുഷ്യൻ്റെ പ്രവർത്തനത്തിൻ്റെ മികവും കഴിവും അതുമാത്രമാണ് പലപ്പോഴും നമ്മൾ കണക്കിലെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിഭവങ്ങളാണ് എടുത്ത് കൈകാര്യം ചെയ്യുന്നത്. കാര്യങ്ങളുടെ നടത്തിപ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഒരു പങ്കുണ്ട് എന്ന യാഥാർത്ഥ്യം മറന്നുകൊണ്ടാണ് പ്രായോഗിക ജീവിതത്തിലെ സംഭവങ്ങളെ പലപ്പോഴും നമ്മൾ വിലയിരുത്തുക. എല്ലാം പരാജയപ്പെട്ട് നശിക്കുമ്പോൾ യേശുവൊക്കെ ദൈവവിശ്വാസമൊക്കെ ഉള്ളിലുള്ളവൻ പറയാം അതങ്ങനെ വിധിച്ചത്, അതുകൊണ്ട് അങ്ങനെ ആയി എന്നത്. എന്നാൽ ഇതൊന്നും അല്ല സത്യം, വേറെ ചിലതാണ് യാഥാർത്ഥ്യമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തിൽ നമ്മൾ നന്മയായി കാണുന്ന പലതും എല്ലായ്പ്പോഴും നന്മയായി കൊള്ളണമെന്നില്ല. നമ്മൾ തിന്മയായി കാണുന്ന പലതും എല്ലായ്പ്പോഴും തിന്മയായി കൊള്ളണമെന്നുമില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ വെറുപ്പുള്ള ചില സംഗതികൾ ഖൈറുൽ ലക്കും, നിങ്ങൾക്ക് നന്മയുണ്ടാവും. നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നന്മയുണ്ട് എന്ന് തോന്നുന്ന ചില സംഗതികൾ ഷർറുൽ ലക്കും, നിങ്ങൾക്ക് തിന്മയുണ്ടാവും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹുവിനാണ് വിവരമുള്ളത്, നിങ്ങൾക്ക് വിവരമില്ല എന്നൊരു പിൻകുറിയും അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ഏത് രീതിയിൽ നോക്കിക്കണ്ടിട്ട് മനസ്സമാധാനത്തോടുകൂടെ ജീവിക്കണം എന്നത് കൃത്യമായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ആളുകൾക്ക്. പണ്ടത്തെക്കാൾ കൂടുതൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ഫ്ലോ, അതായത് പണത്തിൻ്റെ പ്രവാഹം കൂടിയിട്ടുണ്ട്. ഏത് സാധാരണക്കാരനും പൈസ ലഭ്യമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. വികസനം യഥാർത്ഥത്തിൽ സാധാരണ താഴെക്കടയിലുള്ള ആളുകളിൽ പൂർണ്ണമായി എത്തിയിട്ടില്ലെങ്കിൽ പോലും ആളുകളുടെ അടുത്ത് പൈസ ഉണ്ട്. കാശ് എന്ത് ചെയ്യണമെന്നറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട്, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുക, ദാരിദ്ര്യം കൊണ്ട് മരിച്ചു പോകുക പണ്ട് കേരളത്തിൽ വളരെ വലിയ വാർത്തയായിരുന്നു. പട്ടിണി മൂലം മരണം. ഇപ്പോൾ അത് വളരെ റയറായ സംഭവമാണ്. ഫിത്ർ സക്കാത്ത് വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങാൻ അവകാശികളായ യഥാർത്ഥത്തിൽ ആളില്ലാത്ത സാഹചര്യം ഇപ്പോൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്ക് കാശുണ്ട്. കാശുള്ളത് കൊണ്ട് തന്നെ അതായത് അതിൻ്റെ വിഭവങ്ങൾ ശേഖരിക്കാനുള്ള സൗകര്യമുണ്ട്. വീട് വെക്കാനായാലും വാഹനം വാങ്ങാനായാലും കല്യാണം നടത്താനായാലും എല്ലാത്തിനും പൈസ ഉണ്ട്. പക്ഷെ ഇല്ലാത്തൊരു സംഗതി ഉണ്ട് എന്ന് നമുക്ക് ഈ ജീവിതയാത്രയിൽ പലരുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നു. മനസ്സമാധാനം. എന്ത് ചെയ്താലും മനസ്സമാധാനമില്ല. മനസ്സമാധാനത്തിന് വേണ്ടി പ്രസംഗിക്കുന്ന മതപണ്ഡിതനും മനസ്സമാധാനമില്ല. വലിയൊരു അത്ഭുതകരമായ സംഗതിയാണ്. ജനങ്ങൾക്ക് മനസ്സമാധാനം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് പഠിപ്പിക്കുന്ന പണ്ഡിതനും മനസ്സമാധാനമില്ല. കാരണം അതും കച്ചവടവൽക്കരിക്കപ്പെട്ടു പോയി. പണ്ട് ഏതെങ്കിലും ഒരു വാല് പറഞ്ഞാൽ ഒരു 150 രൂപ 200 രൂപ കിട്ടിയാൽ കിട്ടിയത്, പിന്നെ അത് 1000 2000 ഒക്കെ ആയി. ഇപ്പോഴത്തെ റേറ്റ് കേട്ടാൽ അത്ഭുതം തോന്നും. വിമാനത്തിൽ കൊണ്ടുവന്ന് ഏറ്റവും വലിയ കാറിൽ കൊണ്ടുപോയി 60,000 70,000 80,000 ഒക്കെയാണ്. ലക്ഷങ്ങൾ കടന്നിരിക്കുന്നു എന്ന് അടുത്ത ദിവസം ഒരാൾ പറഞ്ഞു. വരുന്ന മൗലവിക്ക് 10 ലക്ഷം പിരിക്കാൻ കഴിവുണ്ടെങ്കിൽ 2 ലക്ഷം അയാൾക്ക് കൊടുക്കുന്നതിന് എന്താ തകരാർ എന്ന് പള്ളി പ്രസിഡന്റ് ചോദിക്കുന്നു. ന്യായല്ലേ? അപ്പോൾ ദീനിൻ്റെ പ്രബോധനം, സത്യവിശ്വാസത്തിൻ്റെ വ്യാപനം കച്ചവടവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു. എല്ലാം കച്ചവടവൽക്കരിക്കപ്പെട്ടു പോയതുപോലെ ഇതും കച്ചവടവൽക്കരിക്കപ്പെട്ടു പോയിരിക്കുന്നു. അത് സത്യമാണ്. അങ്ങനെ പലതരം കച്ചവടങ്ങൾ ദീനിൻ്റെ പേരിൽ നടക്കുന്ന നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. അള്ളയും പരലോകവും വിചാരണയുമൊന്നും യഥാർത്ഥത്തിൽ ഈ ഭൗതികമായ കച്ചവടങ്ങളിൽ ഒരു ശ്രദ്ധേയമായ സംഗതിയല്ല. ഇങ്ങനെ ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് മനസ്സമാധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലമാണ് യഥാർത്ഥത്തിൽ മനസ്സമാധാനം ഉണ്ടാകുക എന്നുള്ളത്. ഇന്നലെ ഒരു വിഷയം വന്നിട്ടുണ്ട്, സ്വവർഗരതി. അതിവിടെ നിയമവിധേയമാക്കണമെന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ടായി.
ഒരാൾ ഹൈക്കോടതി കൊണ്ടുപോയി അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വേറെ കുറച്ച് ആളുകൾ പോയിട്ട് സുപ്രീം കോടതി എന്ന് പറഞ്ഞു അത് ക്രിമിനൽ കുറ്റമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഒട്ട് രാഷ്ട്രീയത്തിൻ്റെ ആളുകൾക്കൊക്കെ ബേജാറായി. ഓരോരുത്തരും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് മോശമാണ്. കാരണം അമേരിക്കയുടെ മുന്നിൽ നമ്മളെ പേര് നാശാവും, UN കുറേ ആളുകൾ നമ്മളെ പേര് നാശാവും. അപ്പോൾ അതുകൊണ്ട് അത് ഉടനെ തന്നെ അനുവദിച്ചു കൊടുക്കണമെന്നുള്ള ലൈനിലാണ് ഇന്നത്തെ വർത്തമാനം. ഇന്നത്തെ പത്രം മുഴുവൻ അതാണ്. അതായത് മനുഷ്യന്റെ സുഖത്തിന്റെ വഴി എന്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആണും പെണ്ണുമായി സൃഷ്ടിച്ച് രണ്ടുപേരും കൂടെ ഇണചേരുമ്പോഴാണ് ഒരു സംതൃപ്തി സുഖം ഉണ്ടാവുന്നതെന്ന് അല്ലാഹ് നമ്മൾ അല്ലാഹനെ പഠിപ്പിക്കുന്ന അല്ല. ആണും പെണ്ണും ആയാലേ പറ്റുള്ളൂ, അതിങ്ങോട്ട് നിയമമാക്കി കൊണ്ടുപോവാ എന്ന കോലത്തിലാണ് മനുഷ്യൻ പറയുന്നത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത സുഖത്തിന് ആവശ്യമായ സംഗതികൾ അവൻ്റെ സൃഷ്ടാവിന് നന്നായി അറിയാമെന്നുള്ളതുകൊണ്ട് അവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത സംഗതികൾ നിയമം മൂലം നിരോധിച്ചത് പടച്ചോരത്തിനോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ ചെയ്താൽ അവരെ തകർത്ത് കളയുന്ന ഒരു വ്യവസ്ഥ നാം സൃഷ്ടിച്ചിട്ടുള്ളതുകൊണ്ട് ആ തകർച്ചയിലേക്ക് എൻ്റെ അടിമകൾ പോകരുത് എന്ന് സൃഷ്ടികളോട് കാരുണ്യമുള്ള മഹാതമ്പുരാൻ മനസ്സിലാക്കിയത് കൊണ്ട് അവൻ്റെ യുക്തി ആവശ്യപ്പെട്ടത് കൊണ്ടാണ് അങ്ങനെ ചില നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരുന്നത്. സ്വവർഗരതി മുതലും അമ്പാടെ നഷ്ടപ്പെട്ടു പോയ പശ്ചിമേഷ്യയിലെ ഒരു ജനസമൂഹത്തിൻ്റെ കഥ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ലോകത്തെല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും മാതൃകയായിരിക്കേണ്ടവർ. ഇപ്പോൾ ഒരു ജനത ഒന്നാകെ പറയാണ്, UN മുതൽ ഡൽഹി വരെയുള്ള നേതാക്കന്മാർ വിളിച്ചു പോകുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യൻ എന്താണ്, അവകാശം എന്താണ് എന്ന് തിരിച്ചറിയാതിരുന്ന എന്താ ചെയ്യുക? മൃഗങ്ങൾ പോലും ഇത് ആവശ്യപ്പെടില്ല എന്നുള്ളതാണ്. സാധാരണ മൃഗങ്ങളാണല്ലോ മനുഷ്യർക്കാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞ സാധനങ്ങൾ നമ്മൾ പറയാറുള്ളത്. ഏതെങ്കിലും മൃഗങ്ങൾ സ്വർഗരതി നടത്തിയതായിട്ട് ചരിത്രത്തിൽ എവിടെയെങ്കിലും ജന്തുശാസ്ത്രജ്ഞന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് പറയാം. അപ്പം മൃഗങ്ങളെക്കാൾ കഷ്ടം മനുഷ്യന്റെ കൂടെ മൃഗങ്ങളെ സൃഷ്ടിച്ചിട്ട് മൃഗം സ്വതേ താഴ്ന്നതല്ല, മനുഷ്യനും മൃഗവും തമ്മിലുള്ള താരതമ്യത്തിന് മനുഷ്യന്റെ കൂടെ മൃഗത്തെ സൃഷ്ടിച്ചിട്ട് നീ ആ മൃഗത്തെ പോലെ ആവരുത്, തിന്നും കുടിച്ചും ലൈംഗിക പൂർത്തീകരണം നടത്തിയിട്ട് കൽ അൻആം അങ്ങനെ ആവരുത്. സത്യത്തെ നിശ്ചയിച്ച് നടക്കുന്നവൻ അങ്ങനെ ആയിപ്പോവും. ഉലായിക കൽ അൻആം, അവർ കാലികളെ പോലെയാണ്. ആ കാലികൾക്ക് പോലും ചേരാത്തൊരു സ്വഭാവം നിയമവിധേയമാക്കിയിട്ട് നമുക്ക് അതുകൊണ്ട് ജീവിത സുഖം നേടണമെന്ന് വിചാരിക്കുന്ന ജനതയ്ക്ക് അവരുടെ ഏർപ്പാടുകളിൽ യഥാർത്ഥത്തിൽ എവിടെയാണ് മനസ്സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ്. മനസ്സമാധാനം സിറിഞ്ചിലെടുത്ത് കുത്തിച്ചു കൊടുക്കാൻ പറ്റിയൊരു സംഗതിയൊന്നുമല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ തരണം എന്നുള്ളതാണ്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും പ്രാർത്ഥിച്ചാലും പടച്ച തമ്പുരാനൊരു തൗഫീഖ് ഇല്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടാവില്ല എന്നുള്ളതാണ്. അത് വളരെ കൃത്യവും വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് അത് അല്ലാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് എന്നുള്ള നിലയ്ക്കാണ്. അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. അതിൽ സൂറത്തുൽ ഫാത്തിറിലെ 2-3 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കൽപ്പിച്ചത്. മാ യഫ്തഹില്ലാഹു ലിന്നാസി മിർ റഹ്മത്തിൻ ഫലാ മുംസിക ലഹാ വമാ യുംസികു ഫലാ മുർസില ലഹു മിൻ ബഅദി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും ഒരു അനുഗ്രഹത്തിന്റെ കവാടം തുറന്നു കൊടുത്താൽ അത് തടഞ്ഞു വെക്കാൻ ആരുമില്ല. അവനതങ്ങ് പിടിച്ചു വെച്ചാലോ അതൊരിക്കലും അവന് ശേഷം തുടർന്നു കൊടുക്കാനും ആർക്കും കഴിയില്ല. നമ്മൾ സാധാരണ പറയല്ലോ വലാ മുഅജ്ജല ലിമാ മനഅത വലാ റാദ്ദ ലിമാ ഖളൈത. അവന് നൽകുന്നതിനെ തടയാൻ ആരുമില്ല, അവൻ തടഞ്ഞതിനെ നൽകുന്നതിനും ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതിനും യുക്തി ഉണ്ടാവും, കാരുണ്യം ഉണ്ടാവും, കൊടുക്കാത്തതിനും യുക്തിയും കാരുണ്യം ഉണ്ടാവും. ആർക്ക് എത്ര അളവിൽ എങ്ങനെ ഏത് സമയത്ത് എന്ത് അനുഗ്രഹം വേണം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായി അറിയാം. അല്ലാഹു കൊടുക്കാത്തതിലും കൊടുക്കുന്നതിലും കാരുണ്യമുണ്ട് എന്നാണ് പഠിപ്പിക്കുന്നത്. കൊടുത്തത് കൊണ്ട് അവൻ നഷ്ടപ്പെട്ടു പോയാൽ അവന് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അവന് കൊടുക്കാതിരിക്കുക എന്ന് മഹായുക്തിജ്ഞനായ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്താനോ ബുദ്ധിമുട്ടാനോ വ്യസനിപ്പിക്കാനോ ഒന്നും അല്ല അല്ലാഹു തആല ഈ നന്മയും തിന്മയും ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണത്തിന് വേണ്ടിയാണ്. നബിലൂക്കും ബിശ്ശരി വൽ ഖൈരി ഫിത്ന, നിങ്ങൾക്ക് നന്മയും തിന്മയും നന്മയും കൊണ്ട് പരീക്ഷ ഉണ്ടാവും. വഇലൈനാ തുർജഊൻ, എല്ലാവരും മടങ്ങി വരുന്നത് നമ്മുടെ അടുത്തേക്കാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പം നന്മ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്, പടച്ചവനിൽ വിശ്വസിക്കുകയും അവൻ്റെ നിയമ നടപടികളെ അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ വരുന്നതൊക്കെ നന്മയായി സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച നികൃഷ്ടമായ നീചമായി കരുതിയ മ്ലേച്ഛമായി കരുതിയ മാറ്റി നിർത്തിയ സംഗതികൾ മാറ്റി നിർത്താനുള്ള മനസ്സുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയായി കൽപ്പിച്ചത് അനുസരിക്കാനും ചെയ്യാനും പ്രചരിപ്പിക്കാനുള്ള മനസ്സുണ്ടാവുമ്പോഴാണ് നമ്മൾ നന്മ തിന്മകൾ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളതെന്നുള്ളത്.
അതായത് അതിൻ്റെ അടുത്ത് വഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപജ്ഞനാണ്. അസീസും ഹക്കീമും വിശദീകരിക്കാനാവാത്ത വ്യാപ്തിയുണ്ട് അതിൻ്റെ അർത്ഥത്തിന്. പ്രതാപശാലിയാണ്, സർവ്വം അറിയുന്നവനാണ്, സർവയുക്തിജ്ഞനാണ്, ഏറ്റവും നന്നായി ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് പ്രവർത്തിക്കാൻ കഴിവുള്ള ശക്തിയാണ് എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനുഗ്രഹം എപ്പോഴെങ്കിലും നൽകാൻ തീരുമാനിച്ചാൽ അതാർക്കും തടയാൻ പറ്റില്ല. ആ അനുഗ്രഹത്തെ അവൻ തടഞ്ഞാലോ ആർക്കൊന്നും നൽകാനും പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അനുഗ്രഹങ്ങൾ നൽകുന്നിടത്തും തടയുന്നിടത്തും അല്ലാഹു തആല മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിലേക്ക് നോക്കുകയും അവൻ്റെ നിയമ നടപടികൾ ശിരസ വഹിക്കുകയും ചെയ്യാൻ സന്നദ്ധമായ ആളുകൾക്ക് അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കൊടുക്കും. ധിക്കാര മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ആളുകളുടെ മനസ്സിൽ മ്ലേച്ഛത വളർത്തുന്ന താല്പര്യങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉണ്ടാകുന്നതെന്നതിന് സമകാലിക ലോകം തെളിവാണ്. എല്ലാവർക്കും അറിയാം കൈക്കൂലി വാങ്ങുന്നത്, അതുപോലെ തന്നെ തട്ടിപ്പ് നടത്തുന്നതും മോശമാണെന്ന്. പക്ഷെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. വാങ്ങുന്നവനും കൊടുക്കുന്നവനും മടിയില്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടം. എല്ലാ മോശമായ പ്രവർത്തനങ്ങൾക്കും ഒരുതരം ലൈസൻസ് കിട്ടിയിട്ട് അതൊരു അഭിമാനത്തിൻ്റെ ചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. സ്വവർഗരതി നിയമം മൂലം അനുവദിക്കപ്പെട്ട രാജ്യങ്ങളുടെ മുൻപന്തിയിലാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളുമുള്ള ഒരു രാജ്യത്തിൻ്റെ സ്ഥിതി എന്ന് ആലോചിക്കുകയും. ഇതൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇതൊക്കെ പറഞ്ഞാലോ മഹാമൂരാച്ചി 18-ാം നൂറ്റാണ്ടല്ലോ. നമ്മൾ 18-ാം നൂറ്റാണ്ടിലേക്ക് പോയെന്നാണ് ഒരു മന്ത്രി പറഞ്ഞത്. 18-ാം നൂറ്റാണ്ടിലേക്ക് പോയി. യഥാർത്ഥത്തിൽ അതുകൊണ്ടുള്ള അപകടങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണ നേതാക്കന്മാർ ലോകത്തിൽ നമ്മളെ സ്റ്റാറ്റസ് ഈ ചേരെ തിന്ന് നാട്ടിൽ ചെന്ന നടുക്കണ്ണം തിന്നണോ എന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. ഇവിടെ ഇന്റലിജൻസിൻ്റെ ഒരു പ്രശ്നമാണ്. യൂറോപ്യൻ ഇന്റലിജൻസിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലാണോ എത്തുന്നത് ആ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ മുന്നേറുക എന്നതാണ് ദ കപ്പാസിറ്റി ടു അഡ്ജസ്റ്റ് വിത്ത് ദ സിറ്റുവേഷൻ എന്നാണ് അവർ പഠിപ്പിച്ചത്. ഖുർആനിൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ അഖ്ലാണ്. അഖ്ൽ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാന്നാണ്. കൺട്രോൾ ചെയ്യാൻ, മനുഷ്യ മനസ്സിൻ്റെ ദുഷ്ടതാല്പര്യങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള പവർ, മെൻ്റൽ എനർജിയാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ യൂറോപ്യൻ വൈജ്ഞാനിക മേഖലയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ അടുത്ത് ബുദ്ധിയെക്കുറിച്ച് പറയുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മനുഷ്യൻ്റെ മോശമായ മനസ്സിൻ്റെ പ്രവണതകളെ കൺട്രോൾ ചെയ്യാനുള്ള അഫലാ തഅഖിലൂൻ എന്ന് ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്. അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. മറ്റടുത്ത് ബുദ്ധി എന്ന് പറയുന്നത് ഏത് സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മൾ തേരെത്തുന്ന നാട്ടിൽ ഞാൻ നടുക്കണ്ടെടുക്കണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് നമുക്ക് കിട്ടണമെന്നാണ്. നമ്മളതിൻ്റെ മുൻപന്തിയിൽ നിൽക്കണം. അങ്ങനെ മുൻപന്തിയിൽ നിൽക്കാൻ ശ്രമിച്ച ഒരുപാട് ജനതകളും സംസ്കാരങ്ങളും ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് തള്ളപ്പെട്ടു പോയി എന്ന് ചരിത്രം നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തെടുത്ത് പറഞ്ഞു. പണത്തിൻ്റെ പേരിൽ, പ്രതാപത്തിൻ്റെ പേരിൽ, ഔന്നത്യത്തിൻ്റെ പേരിൽ, ടെക്നോളജിയുടെ പേരിലൊക്കെ അഹങ്കരിച്ച ഒരുപാട് ജനസമൂഹങ്ങളുണ്ടായിരുന്നു. ആദ്യ സമൂഹ ഗോത്രക്കാർ, ഇറം ഗോത്രക്കാർ, അതുപോലെ ഒന്നാണ് ലൂത്ത് നബിയുടെ ഗോത്രക്കാർ. അവരുടെ അടുത്തുണ്ടായിരുന്ന മ്ലേച്ഛമായ ഒരു സംഗതിയാണ്. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ നിന്ന് തെറിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള ചിന്താഗതിയും ജീവിത വീക്ഷണവും സുഖഭോഗ ചിന്തകളുമാണ് യഥാർത്ഥത്തിൽ ആധുനിക ലോകത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായും നാശത്തിൻ്റെ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇതൊന്നും പറയാനാരുമില്ല. പറയാൻ വിധിക്കപ്പെട്ട ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടത്തിൽ തിരക്കിലാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അവർക്ക് ഈ ലോകത്ത് നടക്കുന്നതിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ജനതയെ ഒന്നാകെ നശിപ്പിച്ച് ഭൂമി മേലെ പൊട്ടി അടിച്ച് തകർത്ത് കളഞ്ഞ ഒരു ജനസമൂഹത്തിൻ്റെ കഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞ് ഖുർആനിൽ നിലനിർത്തിയിരിക്കുന്നത് വരും കാലങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ജനതയോട് എടുത്തു പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയാ. അവരെ ആ ആപത്തിൽ ആപതിച്ചു പോകാതിരിക്കാൻ അവിടെ നിന്ന് കൈപിടിച്ച് കരകയറ്റാൻ വേണ്ടിയാണ് ആ നിർദ്ദേശം ഖുർആനിൽ നിന്ന് പല സ്ഥലത്തും ആവർത്തിച്ച് പറയുന്നുണ്ട്. ജനങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മുസ്ലിങ്ങളോടല്ല. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊന്ന് സ്മരിച്ചു നോക്കുക. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ബന്ധപ്പെടുന്നത്? ജീവിത വിഭവങ്ങൾക്ക് വേണ്ടിയല്ലേ? ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹ്,
അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരു സൃഷ്ടാവുണ്ടോ? യർസുഖുകും മിനസ്സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകിയിരുന്ന അല്ലാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടാവിനെ നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. എന്തെല്ലാം തരത്തിലുള്ള അനുഗ്രഹങ്ങളാണ്! അനാവശ്യങ്ങൾ വേണമെന്ന് വിളിച്ചു പോവാനുള്ള നാക്കിന്റെ ശക്തി നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്ന പടച്ചതമ്പുരാൻ. ഭൂമി നിങ്ങളെയും കൊണ്ട് അങ്ങ് വിഴുങ്ങിപ്പോ, ഭൂമി അങ്ങ് വിഴുങ്ങിക്കളയാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടില്ല. അല്ലാഹു തആല മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നു, ഈ തോന്നിയാസികൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഭൂമി അങ്ങ് അവർ വിഴുങ്ങിക്കളഞ്ഞാൽ എന്താണ് അവർ ചെയ്യുക? അല്ലെങ്കിൽ ആകാശത്തിൽ ചരൽക്കല്ലുകൾ നാം അയച്ചാൽ അവരെന്താ ചെയ്യുക? അപ്പം നമ്മുടെ കാരുണ്യം കൊണ്ടാണ് അവരവിടെ നിലനിൽക്കുന്നത്, നമ്മുടെ സ്നേഹം കൊണ്ടാണ് അവരവിടെ നിലനിൽക്കുന്നത്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നതിന് പകരം ആ അനുഗ്രഹങ്ങളെ മോശമായ നിലയിൽ ഉപയോഗിച്ച് സുഖിക്കാനാണ് ശ്രമിക്കുന്നത്. തെറ്റായ ഒരു മാർഗത്തിലൂടെ ഒരു അല്പസുഖം നേടിയാൽ, ഏതെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. തെറ്റായ ഒരു സംഗതിയിലൂടെ ഒരു അല്പസുഖം നേടിയാൽ താൽക്കാലികമാണ് ആ സുഖം. ആ സുഖം കഴിയുമ്പോൾ ഒരു സന്മനസ്സുള്ള വ്യക്തിയെ ആ തെറ്റിങ്ങനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അന്നേരം സുഖിച്ചെങ്കിലും ശരിയായില്ല. അവനൊരു തൗബ മനസ്സുണ്ടാവുന്ന അങ്ങനെയാണ്. തെറ്റായ നിലയിൽ ഒരു ചെറിയ സുഖം അനുഭവിച്ചു, ആ സുഖത്തിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ദുഃഖമായി അവനെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. അവനെങ്ങനെ വേട്ടയാടി. ചില ആളുകളൊക്കെ മരിക്കുന്ന സമയത്ത് പറഞ്ഞില്ലേ, എന്തെല്ലാമാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, പടച്ചോനൊക്കെ പുറത്തു തരുമോ എന്തോ, പടച്ചോനെ അല്ല പുറത്തു തരട്ടെ എന്ന് എല്ലാ ആളുകളും പറയുന്നതാണ്. ഞാനും നിങ്ങളും ഇത് ഒരുപോലെ ഈ കാര്യത്തിൽ ഭാഗവാക്കാണ്. ശരിയായ ഒരു സംഗതി ഒരല്പം വ്യസനത്തോടു കൂടിയാണ് ചെയ്തെങ്കിലും ആ വ്യസനം തൽക്കാലമായിരിക്കും. ഒരാളിന് 1000 റുപ്യ കൊടുക്കേണ്ടി വന്നു, സഹായിക്കേണ്ടി വന്നു. 1000 റുപ്യ എടുത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് പൈസ ഉണ്ടെങ്കിലും എടുത്ത് കൊടുക്കുമ്പോൾ ലേശം ഒരു പ്രയാസം ഉണ്ടാകും. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സന്തോഷം അവനെ എല്ലാ കാലത്തും ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും. നന്മയും തിന്മയും തമ്മിലുള്ള വ്യത്യാസത. തിന്മയിലൂടെ സുഖമനുഭവിച്ചാൽ അതവനെ മനസ്സിനെ വേട്ടയാടി സമാധാനം നകർക്കും. അതേസമയം ചെറിയ പ്രയാസത്തോടു കൂടി ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതവനെ മാനസികമായി ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും, സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ദൈനംദിന ജീവിതത്തിലും ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഗതിയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ച ഒരു അനുഗ്രഹമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഒരുപാട് വിഭവങ്ങൾ നിങ്ങൾക്ക് നൽകുന്നുണ്ടല്ലോ. എണ്ണി 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 പറയുന്നു. ചുണ്ടുകൾ, കണ്ണുകൾ, നാവ്, ശരീരം, ഭാര്യ, മക്കള്, അതുപോലെ സമ്പത്ത്, സൗകര്യങ്ങൾ, എന്തെല്ലാം നിങ്ങൾ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം നാം നൽകിയിട്ടുണ്ട് നമ്മുടെ അനുഗ്രഹത്തിൽ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം. ആ അനുഗ്രഹത്തിന് നീ എന്നോട് നന്ദി കാണിച്ചുകൊണ്ട് സമ്പൂർണമായി സമർപ്പിച്ചു വന്നാൽ നാം നിനക്ക് അധികരിപ്പിച്ചു തരാം. ലഅസീദന്നകും. ഇതൊക്കെ നാമാണ് നൽകിയതെന്ന വിശ്വാസത്തോടുകൂടി നന്ദിയുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഞാനത് അത് കൂടുതലാക്കി തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കുകയും. ലാ ഇലാഹ ഇല്ലാഹു, ആരാധനയ്ക്ക് അർഹൻ അങ്ങനെയുള്ള ഒരു പടച്ചോനല്ലാതെ മറ്റാരുമില്ലല്ലോ. ഫഅന്നാ തൂഫഖൂൻ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇതിലൊക്കെ വഞ്ചിതരായി പോകുന്നത്? അള്ളാഹു നൽകിയ സുഖത്തിലാണ് സുഖമുള്ളത്. അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞാലൊന്നും സുഖം ഉണ്ടാവില്ല, അത് ദുഃഖമായിരിക്കും, വേദനയായിരിക്കും. എല്ലാ താൽക്കാലിക സുഖങ്ങളും മറഞ്ഞു പോകുന്നതാണ്. അനന്തമായി പിന്നെ വേട്ടയാടുന്നത് വേദനയും പ്രയാസവും ഒടുവിൽ നരകവുമായിരിക്കും. നരകത്തിലെത്തുന്ന മുമ്പേ നരകം കാണുന്ന മാനസികാവസ്ഥയാണ്. ഒരുപാട് ജീവിത സൗകര്യങ്ങളുണ്ടെങ്കിലും മനുഷ്യന് മനസ്സമാധാനമില്ല. ഒരാൾ വന്നു, ഭയങ്കരമായ തിരക്കാണ്, ഇരിക്കാൻ തന്നെ നേരമില്ല. മകളും മകനുമൊക്കെ വലിയ ഉദ്യോഗസ്ഥരാണ്. ഏറ്റവും ഇളയ മകൻ്റെ വ്യവസായവും അവൻ്റെ കമ്പനിയും ധൂർത്തടിയും വലിയ പ്രശ്നം. മകൾ ലേശം ഒരു ചൊടിച്ചിയാണ്. അതുകൊണ്ട് മാറ്റർനിറ്റി കഴിഞ്ഞ് ചൂടായ ഡൽഹിയിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കി. മകൻ ചൈനയിൽ പോയി അവിടെ വ്യവസായവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഏർപ്പാട് ചെയ്ത് അവരയച്ച സാധനം ഫേക്കായിരുന്നു. അപ്പോൾ അതുമായിട്ട് ഉടക്കി അവിടെ കേസായി കുടുങ്ങി അവിടെ കിടന്നു. ഇവിടെ ഭാര്യ സമാധാനം തരുന്നില്ല, ഉറങ്ങാൻ കഴിയുന്നില്ല, നിൽക്കാൻ കഴിയുന്നില്ല, വീണ്ടും തിരക്ക് പിടിച്ച് പായാണ്. വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു വേറൊരാൾ വന്നു. ഇങ്ങനെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ. സമാധാനമില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. സമാധാനം അന്വേഷിച്ച് എവിടെയാണ് അവർ പോവുക? അവരുടെ കൈവശം തന്നെ ഉണ്ട്. അവർ കൈയും കെട്ടിയിട്ട്
വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ എന്നൊക്കെ പറയുന്നുണ്ട്. ജീവിതമൊക്കെ പടച്ചോനെ നിനക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രവൃത്തിയൊക്കെ വേറെ വരുമ്പോൾ യാതൊരു മനസ്സമാധാനമില്ല. ഒരുപാട് വിഭവങ്ങൾ കൊടുക്കുകയും മനസ്സമാധാനം എടുത്തു കളയുകയും ചെയ്തിരിക്കുന്നു അല്ലാഹു തആല. അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ ഏത് ശരശയ്യയിലും നമുക്ക് കിടക്കാം, അത് പട്ടുമെത്തയായിട്ട് ഫീൽ ചെയ്യും. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലാത്ത ഏത് വലിയ രമ്യഹർമ്മത്തിലും അത് മുൾക്കിരീടമായി മാറും. അവിടെ കിടന്നാൽ ഉറക്കം വരില്ല. ഒരുപാട് കാലം ഉദ്യോഗസ്ഥനായിരുന്നു, കൈക്കൂലിയൊക്കെ വാങ്ങി നല്ലോണമൊക്കെ ജീവിച്ചു. ജീവിത സായാഹ്നത്തിൽ പിടിച്ചാൽ പിടികിട്ടാത്തൊരു ക്യാൻസർ രോഗം പിടിക്കും. എന്നിട്ട് ബേജാറായിട്ട് വെപ്രാളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു കളിക്കുന്നു. ഭാര്യയും മക്കളെടുത്തും ചൂടാവുന്നു. ജീവിതമാകെ അസ്വസ്ഥമാകുന്നു. ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഗതികളിൽ പെട്ടതാണിത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇവിടെ മനസ്സമാധാനം ഉണ്ടാക്കുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട്, ദൈവസ്മരണ കൊണ്ട് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. സമാധാനം നാം ഉണ്ടാക്കിയതാണ്, അല്ലെ നാം തന്നെയാണ് സമാധാനം. അത് നമ്മൾ സംബന്ധിച്ച് പറയുന്നു. അല്ലാഹുമ്മ അന്തസ്സലാം, റബ്ബേ നീയാണ് സലാം, നീയാണ് ശാന്തി, നീയാണ് സമാധാനം. വമിൻകസ്സലാം, നിന്നിൽ നിന്നാണ് ശാന്തി. വയിലേക്ക് ഇർജുസ്സലാം, സലാം നിന്നിലേക്ക് മടങ്ങുന്നതാണ്, ശാന്തി നിന്നിലേക്ക് തന്നെ മടങ്ങുന്നു. നീയാണ് ശാന്തി, നിന്നിൽ നിന്നാണ് ശാന്തി, നിന്നിലേക്കാണ് ശാന്തി. ഹയ്യന റബ്ബന ബിസ്സലാം, അതുകൊണ്ട് ഞങ്ങളെ നീ ശാന്തിയിൽ ജീവിപ്പിക്കണേ. വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം, നിന്റെ അനുഗ്രഹം കൊണ്ട് ശാന്തിയുടെ ഭവനത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ. ഓരോ നിമിഷവും സത്യവിശ്വാസി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതി അതാണ്. അല്ലാഹുമ്മ അന്തസ്സലാം മിൻകസ്സലാം വഇലൈക യർജുസ്സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം തബാറക റബ്ബനാ വതആലൈത വതഅല്ലംത യാ ദൽ ജലാലി വൽ ഇക്റാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയ മനസ്സമാധാനത്തിന്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് ഒരുപാട് പുകഴ്ത്തിയിട്ട് പറയാണ്, പടച്ചോനെ ആ സമാധാനത്തിൽ ജീവിപ്പിക്കണേ. ഇതെല്ലാം ചെയ്യാനും ചെയ്യിക്കാനും കഴിവുള്ള നാമാണ് ഏകനായ സൃഷ്ടാവായ ഇലാഹായ തമ്പുരാനെന്ന് നിങ്ങളെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടും ഫഅന്നാ തുഫകൂൻ, എങ്ങനെയാണ് നിങ്ങൾ വഞ്ചിതരായി പോകുന്നത്? ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോൾ കാക്കക്കാരനവരായ അബൂജഹലിനും ഉത്ബത്തിനും ശൈബത്തിനൊക്കെ ഒരുപാട് കാലമായിട്ട് പ്രതാപവാന്മാരായി ഞങ്ങൾ ഈ മക്കയിൽ കഴിഞ്ഞു വിടണേ. ഇപ്പോൾ പിതാവില്ലാത്തൊരു ചങ്ങാതി ഓന് വന്നിട്ട് ഞങ്ങളെ ഉപദേശിക്കുക, മനസമാധാനം, ജീവിത സൗകര്യം, ജീവിതാനുഭൂതി അവർ തള്ളിക്കളഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ സാന്ത്വനിപ്പിക്കണം. വയുകദിബുക, അവരെ നിന്നെ കളവാക്കിയാൽ ഫഖദ് കുദിബത് റുസുലും മിൻ ഖബ്ലിക, ലൂത്ത് നബി മ്ലേച്ഛത ചെയ്ത ജനതയോട് പറഞ്ഞത് നിങ്ങൾ നാശത്തിന്റെ വക്കിലാണെന്ന് പറഞ്ഞപ്പോൾ ലൂത്തെ മര്യാദയ്ക്ക് വർത്താനം പറഞ്ഞില്ലെങ്കിൽ നിന്നെയും ഞങ്ങൾ അതിന് വിധേയമാക്കുമെന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരികളായിരുന്നു അവർ. ഞങ്ങളുടെ സ്വർഗരതിക്ക് നിന്നെയും ഒരു പ്രവാചകനെ പിടിച്ച് ചെയ്യുന്ന അവർ പറഞ്ഞു. ഖുർആനിലാ പറയുന്നത്. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയോട് സാന്ത്വനപ്പെടുത്തി പറയാണ്. നിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ നിന്നെ നിഷേധിക്കുന്നുണ്ട് അവർ. എന്നാൽ നീ ഒന്ന് മനസ്സിലാക്കിക്കൊള്ളൂ, ഇതിനു മുമ്പും ഇതുപോലെ പറഞ്ഞ ആളുകളെ അവർ നിഷേധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വൈലല്ലാഹി തുർജഉൽ ഉമൂർ, നീ ശാന്തമായിരിക്കുക, കാര്യങ്ങളൊക്കെ നമ്മളിലേക്കാണ് മടങ്ങി വരുന്നത്, എന്നിലേക്കാണ് കാര്യങ്ങൾ മടങ്ങി വരുന്നത്. അന്നേരം ഞാൻ നോക്കിക്കൊള്ളാം. യാ അയ്യുഹന്നാസ്, ജനങ്ങളോട് പറയാ, ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, അല്ലാഹ് വെറും പൂച്ച് പറയുന്നതല്ലത് കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വളരെ സത്യമായിട്ട് പറയണം. അല്ലാഹുവിന്റെ വാഗ്ദാനം പുലരാനുള്ളത് തന്നെയാണ്. വലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയ, ഭൗതിക ജീവിതത്തിന്റെ സുഖാനുഭൂതികളെ കുറിച്ചുള്ള നിങ്ങളെ ചിന്ത നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, അല്ലാഹുവിന്റെ കാര്യത്തിൽ പരമവഞ്ചകനായ ആ പിശാചുണ്ടല്ലോ, ആ പിശാച് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അപ്പൊ അല്ലാഹുവിന്റെ ശ്രദ്ധ പോയിട്ട് പിശാചിന്റെ ദൗർബോധനങ്ങളിൽ പെട്ടത് കൊണ്ടാണ് ഇങ്ങനെ തെറ്റായ സുഖാനുഭവങ്ങളെ സംബന്ധിച്ച് തെറ്റായ ചിന്താതികൾ ഉണ്ടാകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഇന്ന ശൈത്വാന ലക്കും അദുവ്വുൻ ഫത്തഖിദുഹു അദുവ, അവൻ നിങ്ങൾക്ക്, പിശാച് നിങ്ങൾക്ക് ശത്രുവാണ്, ഒരു നെഗറ്റീവ് ഫോഴ്സാണ്. നിങ്ങളുടെ സത്യത്തിൽ നിൽക്കാനുള്ള, നിങ്ങളുടെ സന്നദ്ധതയെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു യാഡ് സ്റ്റിക്കാണ് പിശാച്. നിങ്ങൾ ആ പിശാചിന്റെ കൂടെ കൂടിയാൽ അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് അവനെ ശത്രുവായി തന്നെ കാണാം. അവനും ഇന്നമായ ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ അവന്റെ അനുയായികളെ എപ്പോഴും നയിക്കുന്നത് കത്തിയാളുന്ന നരകാഗ്നിയിലേക്ക് ആയിരിക്കും എന്നുള്ള കാര്യം മറക്കണ്ട. അല്ലദീന കഫറൂ ലഹും അദാബുൻ ശദീദ്, ഇത് നിഷേധിച്ച് കളയുന്ന ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ, കഠിനതരമായ ശിക്ഷയുണ്ട് എന്നുള്ള വാർത്ത അറിയിക്കുകയും ചെയ്യും. അങ്ങനെ ശിക്ഷയിൽ അകപ്പെട്ടു പോകാതെ രക്ഷപ്പെട്ടു പോകാനുള്ള
വഴിയിലേക്ക് നീങ്ങി വിജയിക്കുവാൻ കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ യൻബഗി ലിജലാലി വജ്ഹിഹി വഅളീമി സുൽത്താനിഹി സുബ്ഹാനക ലാ നഹ്സീ സനാഅ കമാ സനൈത നഫ്സഹു ലകൽ ഹംദു ഹത്താ തർളാ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوة الأحبة، أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. നിരന്തരമായി വസിയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും വസിയത്ത് കേൾക്കുന്നുണ്ട്. ചിലർക്ക് പിന്നെ വസിയത്തൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് മിക്കവാറും നിസ്കാരം തുടങ്ങിയിട്ടേ വരുള്ളൂ. അതങ്ങനെ ശീലമായി പോയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ഇതിന് ഒരു നിയ്യത്ത് വേണം. വെള്ളിയാഴ്ചയാണ്, എന്ത് തടസ്സമുണ്ടെങ്കിലും ഇമാമ മെമ്പറിൽ കയറുന്നതിന് മുമ്പ് പള്ളിയിലെത്തണം എന്ന ഒരു ഉറച്ച തീരുമാനം ഉണ്ടാവണം. എങ്കിലേ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ആഗ്രഹം, അഭിലാഷം, പ്രാർത്ഥന. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. വെറുതെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല. നിനക്ക് നന്മയുള്ളതിൽ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എപ്പോഴും അള്ളാഹുവിനെ ഓർക്കണം, ഓർത്തുകൊണ്ടിരിക്കണം. ഫദ്കുറൂനി അദ്കുറുക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. ഭയങ്കരമാണ്. നിങ്ങൾ എന്നെ ഓർക്കുക, ഞാൻ നിങ്ങളെ ഓർക്കാം. 1250 കോടി ഗാലക്സികളുള്ള ഒന്നാം ആകാശം, അതുപോലെ 6 വേറെയും. ഗാലക്സി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ വ്യാപ്തി. ഇതിനെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് ഇവിടെയുള്ള എല്ലാ ജീവനുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെയുള്ള വിഭവങ്ങൾ ഒരുക്കിയ മഹാനാഥൻ ഭൂമിയിലെ അശുവായ മനുഷ്യനോട് പറയണം, വദ്കുറൂനി അദ്കുറുക്കും. നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെ ഓർക്കാം. അത് തന്നെ മഹാനുഗ്രഹമാണ്. ഇത്രയും മഹാപ്രഭാവനായ രാജതമ്പുരാന്റെ ഒരു വിളംബരം, മനുഷ്യ നീ എന്നെ പ്രതിനിധിയാണ്, നീ എന്നെ ഓർത്താൽ ഞാൻ നിന്നെ ഓർക്കാം. ആരെങ്കിലും എന്നെ മനസ്സിലോർത്താൽ, അവൻ്റെ മനസ്സിലോർത്താൽ ഞാൻ എൻ്റെ മനസ്സിൽ അവൻ ഓർക്കും. ആരെങ്കിലും ഒരു സദസ്സിലോർത്താൽ അതിനേക്കാൾ ബൃഹത്തായ സദസ്സിൽ ഞാൻ അവനെ ഓർക്കും. ആരെങ്കിലും ഒരു ചാണെടുത്താൽ ഞാനൊരു മുഴ അങ്ങോട്ട് എടുക്കും. ആരെങ്കിലും ഒരു മുഴവനെടുത്താൽ ഞാനൊരു വാര അങ്ങോട്ട് എടുക്കും. ആരെങ്കിലും എന്നെടുത്ത് നടന്നു വന്നാൽ നാം അവനെടുത്ത് ഓടിച്ചെല്ലും. ഭാഷാർത്ഥത്തിലല്ല എടുക്കേണ്ടത്. ഇതിലൊരു സെൻസ് ഉണ്ട്, ഒരു സത്തയുണ്ട്. അള്ളാഹുവിനോട് ഒന്ന് കണ്ണു തുറന്നാൽ, ഒരു അകക്കണ്ണ് തുറന്നാൽ പടച്ച തമ്പുരാൻ നമ്മൾ ആകപ്പാടെ വലയം ചെയ്യും കാരുണ്യം കൊണ്ട്. അങ്ങനെ കാരുണ്യം ഗ്യാരണ്ടീഡാണ്. കതബ അലാ നഫ്സി റഹ്മ. God is equal to mercy. ദൈവം സമം കരുണ. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. കാരുണ്യം, സ്നേഹം, അത് നൽകാൻ തയ്യാറായി അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുന്നു. അതിന്റെ വഴിയും പറഞ്ഞു. യാ അയ്യുഹല്ലദീ, ഇതിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത്, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും സഹായം അഭ്യർത്ഥിച്ചുകൊള്ളുക. എന്നിൽ വിശ്വസിച്ച് എന്നോട് പ്രാർത്ഥിച്ച് തവക്കുൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതൊക്കെ നിങ്ങൾ നേരിട്ടുള്ള, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടാകുമ്പോഴൊക്കെ സലാത്ത്, നമസ്കാരത്തിലൂടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ആ സലാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചുകൊള്ളുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമാപുറം. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടുമാ സാരമില്ലെന്ന് പറയലല്ല. ഒരു ആദർശത്തിൽ ഉറച്ചു നിൽക്കുക, പ്രതികൂല സാഹചര്യത്തിൽ മാറാൻ നിൽക്കുക. സ്റ്റഡ് ഫാസ്റ്റ് എന്നൊക്കെ പറയും. സബറ അലാ കഥ, എവിടെയാണോ നിന്നത് അവിടെ തന്നെ നിൽക്കുക. എന്ത് സാഹചര്യം ഉണ്ടായാലും അങ്ങനെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരു അടികിട്ടിമാ സാരമില്ല, ക്ഷമിച്ചു എന്ന് പറയില്ല, അല്ല ക്ഷമ. അതായത് മാന്യത, അന്തസ്, നീതി എന്നൊക്കെ പറയുന്ന കുറെ സംഗതികളുണ്ടല്ലോ. സംസാരത്തിലും നടത്തത്തിലും പോക്കിലുമൊക്കെ ഏത് പ്രതികൂല സാഹചര്യം ഉണ്ടായാലും സത്യവിശ്വാസത്തിന്റെ വീതിയിലുള്ള മാന്യമായ നടത്തത്തിൽ മാറ്റം വരുത്താതിരിക്കുക. അതാണ് ക്ഷമ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടതെല്ലാം ചെയ്തുകൊള്ളൂ എന്നുള്ളതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരുപാട് വലിയ വിശദമായ ഹദീസ്, അതിന്റെ സമ്മറി മാത്രം പറയാം. അബൂ ഹുറൈറ മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, അതായത് മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ലഈഫ്. ഒരു
ശക്തനായ ഉത്തമനായ ഒരു വിശ്വാസിയാണ്, അവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളത്. അതായത് വിശ്വാസത്തിൽ ദാർഢ്യമുള്ളവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. മുഅ്മിനീങ്ങളെല്ലാവരും നല്ലവർ തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ ആ മുഅ്മിനീങ്ങളിൽ വിശ്വാസ ദാർഢ്യത്തോടെ അള്ളാഹുവിൻ്റെ അടുത്ത് നിൽക്കുന്നവന് അല്ലാഹു തആലക്ക് ഏറ്റവും വലിയ ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ട് ഇഹ്റുസ് അലാ മാ യൻഫഉക വസ്തഈൻ ബില്ലാഹ്, നിനക്കെന്താണ് നന്മ എന്ന് തോന്നുന്നത് നീ ആഗ്രഹിച്ചുകൊള്ളുക, മോഹിച്ചുകൊള്ളുക, എന്നിട്ട് അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ആവശ്യപ്പെട്ടുകൊള്ളുകയും ചെയ്യുക. വലാ തഅജസ്, ഒരിക്കലും നീ ദുർബലനായി പിൻവാങ്ങിക്കളയരുത്. ഒരു കാലത്തും ഒരു സ്ഥലത്തും ഒരു രീതിയിലും ഒരു ഇടത്തു നിന്നും ദുർബലനായി പിൻവാങ്ങരുത്. വെച്ച കാൽ സത്യത്തിനും നീതിക്കും വേണ്ടി വെച്ച കാല് പിന്നോട്ട് വലിക്കണ്ട, മുന്നോട്ട് തന്നെ പോയിക്കൊള്ളുക. അല്ല താജസ്, ഒരിക്കലും നീ അശക്തനാവരുത്. കാരണം നിന്റെ ശക്തി നാമാണ് ശക്തി. ഈ പ്രപഞ്ചത്തിന്റെ മഹാശക്തി അത് നാമാണ് നിന്റെ പിന്നിലുള്ളത്, അത് നാം നൽകിക്കൊണ്ടിരിക്കും എന്ന ബോധം ഉണ്ടാവണം. ഇനി എന്തെങ്കിലും നീ പ്രയാണവീഥിയിൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും സംഭവിച്ചു, വേദനയോ പ്രയാസം ഉണ്ടായാൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു നീ പറയരുത്. അതായത് അത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന ചിന്ത നിന്നിൽ പൈശാചികമായ ദൗർബോധനങ്ങൾക്ക് കാരണമാകും. എന്നെക്കുറിച്ചുള്ള വിശ്വാസത്തിൽ കോട്ടുണ്ടാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിച്ചനുസരിച്ച് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചിന്തിക്കുകയും തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും തവക്കലുകയും ചെയ്തിട്ട് പിന്നെ വരുന്നത് നേരിടാൻ തയ്യാറാവുമ്പോൾ നീ മനസ്സിലാക്കണം, അല്ലാഹു തആല ഒരു അനുഗ്രഹം തുറന്നു വെച്ചാൽ ആരും തടയില്ല. അല്ലാഹു തആല തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കാണും, അതാരും തരാനുണ്ടാവില്ല. അതുകൊണ്ട് ഒരിക്കലും ദുർബലനാകരുത്, ഒരവസ്ഥയിലും ദുർബലനാവരുത്. ഒറ്റയ്ക്കാണെങ്കിലും രോഗാവസ്ഥയിലും ദാരിദ്ര്യാവസ്ഥയിലും ഏകാന്തതയിലും ഒന്നും ഒരിക്കലും ദുർബലനാകരുത്. ഇങ്ങനെ ഒരു ചിന്ത നിനക്കുണ്ടാകണം. അതാണ് ദിക്ർ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ തസ്ബീഹ് ദിക്ർ തന്നെയാണ്. പക്ഷേ ആ ദിക്ർ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടൊപ്പമുണ്ട്, എന്നെ സഹായിക്കുമെന്ന ദൃഢമായ ബോധ്യം ഉള്ളിലുണ്ടാവുകയാണ്. പ്രായോഗിക ജീവിതത്തെ നയിക്കാൻ പര്യാപ്തമായ, അതിന് പ്രചോദനം ഇൻസ്പിറേഷൻ നൽകാൻ പര്യാപ്തമായ ദൃഢമായ ബോധ്യം, ഒരു കോൺഷ്യസ്നസ് അങ്ങനെ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചോളും എന്ന ദൃഢമായ ഒരു ബോധ്യം ഉണ്ടാവുകയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മ്ലേച്ഛമായി കരുതികളൊക്കെ ഒഴിവാക്കണം. അല്ലാഹു തആല നന്മയായി കരുതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ആ കൂട്ടത്തിൽ പെടണം, അതിനുവേണ്ടി നിലകൊള്ളണം. അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കണം. ആ സ്മരണ നിലനിർത്താൻ നമസ്കാരം, ഈ നമസ്കാരം ഫർളായ നമസ്കാരം മാത്രമല്ല, സുന്നത്തായ ഒരുപാട് അമലുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സുന്നത്ത് കൊണ്ടാണ് വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ ഹത്താ ഉഹിബ്ബഹു. ഒരാളെ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, സുന്നത്ത് നോമ്പ്, സദഖ, തസ്ബീഹ്, തസ്കീർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ, തൗബ, ഖുർആൻ ഓതൽ, ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്ത് അള്ളാഹുവിനായിട്ട് അടുക്കുന്നു. അങ്ങനെ അള്ളാഹുമായി ഇങ്ങനെ നവാഫിലുകളുമായി അടുത്തു കഴിയുമ്പോൾ അവൻ കാണുന്ന കണ്ണ് എൻ്റേതാകും എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ കണ്ണ് നമ്മളെ കണ്ണ് ഒന്നാവുന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം, വാക്കർത്ഥത്തിലെടുക്കണ്ട. അള്ളാഹു ഹലാലാക്കിയതും ഇഷ്ടപ്പെടുന്നതും മാത്രം കാണാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തി തരും. കേൾക്കുന്ന ചെവി എൻ്റേതാകും, പടച്ചു ഇഷ്ടപ്പെടുന്നതേ കേൾക്കാൻ പോവുള്ളൂ, അല്ലാത്തത് നമ്മൾ കേൾക്കൂല. അവൻ എടുക്കുന്ന കൈ എൻ്റെതാവും, നടക്കുന്ന കാലെൻ്റെതാവും എന്നൊക്കെ പറയുന്നു. അവൻ ഞാനാകുമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളും അള്ളയും ഒന്നാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഉത്തമരായ സത്യവിശ്വാസികളായി തീരുന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സ്കൂളിൽ പഠിച്ച ആദ്യകാല സത്യവിശ്വാസികൾ ഏതാണ്ട് അതിൻ്റെ അടുത്താണ്. അങ്ങോട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് എത്താൻ എല്ലാവർക്കും സാധിച്ചൊന്നുമില്ല. പക്ഷെ എങ്കിലും ആ പ്രയാണവീതിയിൽ ഒരുപാട് ദൂരം പോകാനുള്ള സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും കയ്യിൽ തന്നിട്ടുണ്ട്. വേണമെങ്കിൽ ഉപയോഗിച്ച് ശാന്തിയുടെ വഴി കണ്ടെത്താം. അല്ലാതെ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, മനസ്സമാധാനം പ്രാപിക്കുന്നത് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് മാത്രമാണ്. അതിലൂടെ മാത്രമേ എന്തെല്ലാം പുരോഗതികൾ ഉണ്ടായാലും അഭിവൃദ്ധി ഉണ്ടായാലും ഡെവലപ്മെന്റ് ഉണ്ടായാലും ശരി, മനുഷ്യന് മനസ്സമാധാനം ലഭിക്കുന്നതിലൂടെ മാത്രമേ ജീവിത സംതൃപ്തി ഉണ്ടാവുള്ളൂ. ആ സംതൃപ്തി അനന്തമായി നിലനിർത്തുന്ന അന്തിമമായ ഇടമാണ് സ്വർഗം.
ഇവിടുന്ന് സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു സൗകര്യം സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച് വിജയിക്കുന്ന സത്യവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യസ്വല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ അർളന അബൂബക്കർ വഉമർ വഉസ്മാൻ വഅലിയം ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി അജ്മഈൻ. കാരുണ്യവാനായ തമ്പുരാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഉസ്താദന്മാർക്കും ബന്ധുമിത്രാദികൾക്കും നാട്ടാർക്കും മുഴുവൻ സത്യവിശ്വാസികൾക്കും മുൻകാല സത്യവിശ്വാസികൾക്കും ഈ പുറത്തുമാപ്പാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളിന്ന് മുന്നേ നിന്നിലെത്തിയ ആളുകളുടെ കബറിടങ്ങളെ സ്വർഗ്ഗ പൂങ്കാവനങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ രോഗികളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. കടം കൊണ്ടും അതുപോലെ ദാരിദ്ര്യം കൊണ്ടൊക്കെ പ്രയാസപ്പെടുന്ന ആളുകളുടെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു അകലങ്ങളിൽ താമസിക്കുന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ ഹൈറും നന്മയും നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഖുർആൻ യഥാവിധി പഠിച്ച് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അങ്ങനെ ശാന്തമായി ജീവിച്ച് ശാന്തമായി നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. റാളിയത്തും മർളിയായി ഞങ്ങളെ നീ മടക്കണേ തമ്പുരാനെ. സക്രാത്തുൽ മൗത്തിന്റെ വേദന ഞങ്ങൾക്ക് നീ ആശ്വാസപ്രദമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ നീ പ്രവിശാലമാക്കണേ തമ്പുരാനെ. കബറിടങ്ങളെ നീ പ്രകാശപൂരിതങ്ങളാക്കണേ തമ്പുരാനെ. മഹ്ശറിൽ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. നരകശിക്ഷയിൽ ഞങ്ങളെ നീ മോചിപ്പിക്കണേ തമ്പുരാനെ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ ലിഖാഹ് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. സ്വീകരിക്കുന്ന പ്രാർത്ഥന എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. എപ്പോഴും നിനക്ക് തൃപ്തിപ്പെട്ട അമാലിൽ നിന്ന് ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. അല്ലാഹുമ്മ അൻസുർ അഅമാലൽ മുജാഹിദീന ഫീ കുല്ലി അമാകിനിൽ അർളി യാ അർഹമർ റഹീമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.